സാർ, ജസ്ന സലീം കണ്ണൻ്റെ ഭക്തിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർക്കെതിരെ രൂക്ഷമായ ആക്രമണമൊക്കെ ഉണ്ടായി, സൈബർ ആക്രമണമൊക്കെ ഉണ്ടായി. ഇവരെന്നിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അന്ന് ഞാനും സുനിലേട്ടനും കൂടി ഇവിടെ ഒരു ടോക്ക് ചെയ്തിരുന്നു. കാരണം ഇവർക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തരുത്, ഇവരെന്താണ് ചെയ്ത തെറ്റ്, ഇവരെ ന്യായീകരിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില ദൃശ്യങ്ങൾ, ചില വാർത്തകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പരിസരത്ത് വെച്ച് ഒരു കേക്ക് മുറിച്ച് ഒരു പീസ് എടുത്ത് അവർ തന്നെ കടിക്കുന്നു. എന്നിട്ട് ആ ക്ഷേത്രത്തിൽ വന്ന് രണ്ട് സ്ത്രീകളുടെ വായിലേക്ക് അത് വെച്ച് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കേക്ക് മുറിച്ചാൽ തന്നെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭർത്താവ്, ഭാര്യ, അങ്ങനെയൊക്കെ നമ്മൾ കടിച്ചതിൻ്റെ ഒരു ഭാഗം വെക്കും. ഇത് ഏതോ സ്ത്രീകൾക്ക് ഇവർ കടിച്ചതിൻ്റെ ഉച്ഛിഷ്ടം കൊണ്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിത് ഭയങ്കര ആഘോഷിക്കുകയാണ്. സത്യത്തിൽ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുട്ടയൊക്കെ ചേർത്തല്ലേ? അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന മത്സ്യം, മാംസം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ക്ഷേത്രത്തിൽ പോകണമെന്നുള്ള വിശ്വാസമാണ്. ശുഭ്ര വസ്ത്രമൊക്കെ ധരിച്ച് പോകണമെന്ന്. അപ്പോൾ ഇതിനെയൊക്കെ അപഹസിക്കുന്ന രീതിയിലല്ലേ ഈ ജസ്നയുടെ നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ സത്യത്തിൽ ആരാണ് ഈ ജസ്ന സലീം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരുപാട് കാലമായിട്ട് സംശയമുണ്ട്. ഇതിനെ സംബന്ധിച്ചിപ്പോൾ ഗുരുവായൂർ, ഈ ബാലാമണി പോയ ഗുരുവായൂർ ബാലാമണിയുടെ സ്ഥാനം കൈയടക്കിയ പോലെയാണ് ഈ ജസ്നയുടെ ഈ പരിപാടി. ഒരു അപരനാമം കൂടെ ഉണ്ട് സാറേ, ബാലാമണി താത്ത എന്നാണ് പറഞ്ഞത്. ഓ, അങ്ങനെ പറയൂ. അങ്ങനെ പറയുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ബി താത്ത എന്നും പറയാം. ഈ മറ്റേ ഇതിന് മുമ്പ് ഒരു ഈ നർത്തകി ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്ഷേത്രത്തിൻ്റെതായ ആചാരങ്ങളുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കുമല്ലോ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ. അതിപ്പോൾ ഗുരുവായൂരായാലും എല്ലായിടത്തും ആണെങ്കിലും. അപ്പോൾ അവിടെ ഉത്സവത്തിന് ഒരു ദിവസം ഇവരുടെ ഭരതനാട്യ പരിപാടിയൊക്കെ വെച്ചിരുന്നു. ഇതുപോലെ തന്നെ അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ, അവരും ഒരു മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അവരെ എന്തുകൊണ്ട് മറ്റേ ഇരിങ്ങാലക്കുടയിൽ മറ്റേ ഇത് ക്ഷേത്രത്തിൻ്റെ അകത്താണ് കേട്ടോ, ചുറ്റമ്പലത്തിൽ ഈ പരിപാടി നടക്കുന്നതൊക്കെ അവിടെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നവോത്ഥാന കുതുകികൾ ഉണ്ടല്ലോ, അവർ ഭയങ്കര വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നു, ഒച്ചപ്പാടുമൊക്കെ. അതായത് ഇങ്ങനത്തെ ഈ അജണ്ടകളുണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ. എന്നിട്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്തോ ഈ പുരോഗമനവാദമൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഹിന്ദു സംഘടനകളൊക്കെ. അവരെ എന്നിട്ട് പാവക്കുളം ക്ഷേത്രത്തിൽ ഭരതനാട്യം കളിപ്പിച്ചിട്ട് ഇതിന് ബദൽ സൗകര്യം ഒരുക്കുകയൊക്കെ ഉണ്ടായി ഹിന്ദു സംഘടനകൾ. അങ്ങനത്തെ ഹിന്ദു സംഘടനകൾ ധാരാളമായിട്ട് ഈ ജസ്ന സലീമിന് പിന്തുണ കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഫീഷ്യൽ മറ്റേ ട്വിറ്ററിൽ എക്സിൽ ഇവരുമായിട്ടുള്ള ഒരു ചിത്രമില്ലേ, അങ്ങനെ ഇവർക്ക് കാണാവുന്നൊരു സൗകര്യം ഒരു കേന്ദ്രമന്ത്രിയല്ലേ ചെയ്തു കൊടുത്തത്. ഒരു കേന്ദ്രമന്ത്രിയാ. അങ്ങനെയാണ് അറിയുന്നത്. PVMൻ്റെ അടുത്ത് വരെ ഇവർക്ക് എത്താനുള്ള സൗകര്യം ഒരു കേന്ദ്രമന്ത്രി ചെയ്തു കൊടുത്തു എന്നാണ്. കാരണം ആ കേന്ദ്രമന്ത്രി ശോഭാ സുരേന്ദ്രന് അത്തരം സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്ന ആളല്ലായിരുന്നു എന്ന് നമുക്കറിയാം. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് കുറേ വോട്ട് വാങ്ങിയൊരു സ്ഥലം പിന്നീട് പിടിച്ചെടുത്ത് അവിടെ തോറ്റയാളുമാണ് ആ കേന്ദ്രമന്ത്രി. പിന്നീട് കേന്ദ്രമന്ത്രിയൊന്നും ആകാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഹിന്ദുത്വ സംഘടനകൾ ഇവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പാവക്കുളം ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ ഓർമ്മയിലുള്ള കാര്യമാണത്. ഇവരെ സംബന്ധിച്ച് പിന്നീട് കുറേ കേസുകളൊക്കെ വന്നു. ശ്രീലാപിള്ള മാധ്യമപ്രവർത്തക ഹൈക്കോടതിയിലെ പഴയൊരു കേസ്, ഒരു വ്യാജ പീഡന പരാതി ഒരാൾക്കെതിരെ ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ ഇവരെ സംബന്ധിച്ച് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് ഒരു കഥാകൃത്തായൊരു യുവതി VK പ്രകാശിനെതിരെ പരാതി ഉന്നയിച്ചല്ലോ. VK പ്രകാശ് പറഞ്ഞിട്ടുണ്ട് അവർ നേരത്തെ ഒരു ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു സ്ഥലത്തേക്ക് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ പശ്ചാത്തലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്. ഇവരുടെ യഥാർത്ഥത്തിൽ ആരാണ്, ഇവരുടെ അജണ്ട എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവരാരാണ്, ഇവരുടെ പശ്ചാത്തലം എന്താണ്, ഇവരുടെ ഭൂതകാലം എന്താണ്, ഇവരുടെ അജണ്ട എന്താണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ
പണ്ട് ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണിയും ഒക്കെ വന്ന് എഴുതിയിരുന്ന സ്ഥലമാണത്. ആഞ്ഞം മാധവൻ നമ്പൂതിരി ഒക്കെ നമ്മൾ പിന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ ആന, നമ്മൾ ഗുരുവായൂർ അപ്പൻ്റെ തന്നെ പ്രതിപുരുഷന്മാരൊക്കെ കണ്ടിട്ടുള്ള ആളുകളുടെ ചരിത്രമാണ് ഞാനീ പറയുന്നത്. ഇങ്ങനത്തെ ആളുകൾ ഈ ഗുരുവായൂരപ്പനിൽ സകലതും അർപ്പിച്ചിട്ട് യേശുദാസിന് പ്രവേശനം കൊടുക്കാത്ത സ്ഥലത്താണ് ജസ്ന സലീം ആടിത്തിമിർക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കയറാൻ തടസ്സമൊന്നുമില്ല എന്നൊക്കെ TG എപ്പോഴും പറഞ്ഞൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കയറാനുള്ള സൗകര്യമോ സംവിധാനമോ സാഹചര്യമോ ഒന്നുമില്ലല്ലോ. ഇത് മാത്രമല്ല സാറേ, ഇവർ പോകുമ്പോൾ ഇവർക്ക് താല്പര്യമുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് എന്ന് പറയും, നീയല്ലേ എന്നെക്കുറിച്ച് അന്ന് യൂട്യൂബിൽ മോശമായിട്ടിട്ട്, നീയല്ലേ, അങ്ങനെയൊക്കെ ചെന്ന് വെച്ച് ഒരു അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീക്ക് പരസ്യമായി പറയാൻ പറ്റുമോ? ഇത് തിരിച്ച് ഒരു മുസ്ലിം പള്ളിയിലോ ഒരു ക്രൈസ്തവ ദേവാലയത്തിലോ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും പറ്റില്ല. മറ്റൊരു ദേവാലയത്തിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? യൂട്യൂബേഴ്സിന് കച്ചവടം ചെയ്യാവുന്ന സ്ഥലമാണോ ഈ ഗുരുവായൂർ ക്ഷേത്രം? മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ? ആ സിനിമയിൽ ഈ 5 കോടിയുടെ സെറ്റ് ഇടുന്നതിന് പകരം 2 കോടി രൂപ ഗുരുവായൂർ ക്ഷേത്രം കമ്മിറ്റിക്ക് കൊടുത്തിട്ട് ആ അമ്പലത്തിന്റെ മുമ്പിൽ ഇത് മുഴുവൻ ചിത്രീകരിക്കാന്ന് വെച്ചിരുന്നെങ്കിലോ അനുവാദം കൊടുക്കുവോ? നമുക്കറിയാം, അവിടെ ഒരു താർ വണ്ടി ലേലം ഇതുപോലെ തന്നെ ഈ എന്താണ് മതേതരത്വം നടപ്പാക്കുന്നതിന്റെ ശ്രമ ബലമായിട്ടാണ് ആദ്യത്തെ ലേലം നടക്കാതെ പോയത് ആണല്ലോ. അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തന്ത്രി താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഗുരുവായൂർ തന്ത്രിയുടെ മുറിയിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കയറാം എന്നൊക്കെ പറയുമ്പോഴേ അത് എന്നിട്ട് ഇവർ തലയിൽ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് അള്ളാ പടച്ചോനെ എന്നൊക്കെയാണ് അവിടെ നിന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ ശരിക്കും? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, എനിക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടാണ്, എനിക്കും ക്ഷേത്രത്തിലേക്ക് കയറണം എന്നൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചുകൂടെ? ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ആരെങ്കിലുമൊക്കെ കൂടെ വരികയും ചെയ്യും. ഒന്നാമത് ശരിക്കും ഈ ഹിന്ദു വീടുകളിലൊക്കെ ഈ കേക്ക് എന്നൊക്കെ പറയുന്ന സാധനം പിറന്നാളിന് മുറിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊന്നുമില്ല. ശരിക്കും ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉള്ള ആളുകൾ ആഘോഷങ്ങളിലൊക്കെ വേറെ സമുദായങ്ങളാണ്. ഹിന്ദു സമുദായങ്ങളിൽ മുമ്പൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പ് വരെയെങ്കിലും കേക്കൊന്നും അങ്ങനെ പ്രവേശിപ്പിക്കില്ലായിരുന്നു. പിന്നെ ഇത് ബേക്കറികളിലൊക്കെ ഇത് സാർവത്രികമായല്ലോ. ഈ വിശേഷാവസരങ്ങളിൽ ക്രിസ്മസിന് അല്ലാതെ ഇപ്പോൾ ചില കമ്പനികളുമൊക്കെ ചെറിയ തരം കേക്കുകൾ 60 രൂപയ്ക്കൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പൊതുവെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പലഹാരമല്ല കേക്ക്. അത് ക്ഷേത്രവുമായിട്ട് എത്ര ആലോചിച്ചാലും ഇത് ചേരില്ല. കാരണം ഉണ്ണിയപ്പം, അരവണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ, പായസം പലതരത്തിൽ ഇങ്ങനെയൊക്കെയാണ്. അവിടെ തന്നെ മറ്റേ അന്നദാനം ഉണ്ടല്ലോ ഉച്ചയ്ക്ക്, അതിനൊക്കെയുള്ള കറികളും ഒക്കെ നോക്കുക. ഇതിനൊക്കെ ഒരു ചിട്ടവട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ അന്നദാനം ഏർപ്പെടുത്തിയത് കൊച്ചിയിലെ ഒരു രാജാവാണ്, കാശിയിൽ പോയി തീപ്പെട്ട തമ്പുരാനാണെന്ന് പറയാറുണ്ട് ഗുരുവായൂരിൽ. അപ്പോൾ ഈ ധാരാളം ഐതിഹ്യങ്ങളും ഒക്കെ നിൽക്കുന്നൊരു സ്ഥലം, ഒരു മതവിശ്വാസികളുടെ ഒരു ആസ്ഥാനം, ഹിന്ദു മതവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട ആസ്ഥാനമാണ് ഗുരുവായൂർ. അതൊരു മതേതര സ്ഥാനമല്ല, അത് നമ്മൾ ഉറപ്പിച്ച് പറയണം. മതേതരത്വ കേന്ദ്രമല്ല ഗുരുവായൂർ. ഈ ശബരിമലയിൽ നാനാജാതി മതസ്ഥർ പോകുന്നുണ്ട്, എന്നാലും ധാരാളം ആളുകളൊന്നും പോകുന്നില്ല. ഈ നാനാജാതി മതസ്ഥർ പോകുന്ന ശബരിമല പിടിച്ചടക്കാനുള്ള ശ്രമം പല കോണുകളിൽ നിന്നും പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ശബരിമല 1950കളുടെ ആദ്യം ഈ കാഞ്ഞിരപ്പള്ളിയിലെ ചില പ്ലാന്റർമാരൊക്കെ കത്തിച്ചത്. പ്ലാന്റർമാരെന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കേശവമേനോൻ റിപ്പോർട്ടുണ്ടല്ലോ, ശബരിമല തീ വെച്ചതിനെ സംബന്ധിച്ച് കേശവമേനോൻ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ന ആളുകളാണ്, ഞാൻ ഇപ്പോൾ അവരുടെ പേരൊന്നും പറയുന്നില്ല, വലിയ പ്ലാന്റർ കുടുംബങ്ങളാണ് അവർ ഈ ക്ഷേത്രത്തിന് പോയി തീ വെച്ചതാണെന്ന് കേശവമേനോൻ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈ
ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സ്ഥലം തന്നെയാണ് ശബരിമല. അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരു ഭയങ്കര മതേതര കേന്ദ്രമാക്കി മാറ്റണം, എന്നിട്ട് അതിൻ്റെ വരുമാനം കുറയ്ക്കണം. ഇപ്പോഴത്തെ കുറയ്ക്കണം. വേറെ കേന്ദ്രങ്ങൾ, അതാണല്ലോ നിലയ്ക്കൽ സമരത്തിലൊക്കെ ഉണ്ടായത്. അവിടെ ഒരു കുരിശുണ്ടാവുക, ഇങ്ങനത്തെ ഇപ്പം അവിടെയാണെങ്കിൽ ഈ വാവരുമായിട്ട് എന്താണ് അയ്യപ്പന് ബന്ധം എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഐതിഹ്യത്തിൽ എവിടെയാണ് വാവർക്ക് എന്താണ് സ്ഥാനം? ഈ അയ്യപ്പൻ്റെ കഥ ഇപ്പോൾ ഡോക്ടർ എസ്.കെ. നായർ എഴുതിയത് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വാവരൊക്കെ ഇപ്പോൾ ഏത് സ്ഥാനത്ത് കയറി വരുന്നു എന്ന് നമുക്കറിയില്ല. ആ എരുമേലിയിൽ തന്നെ ഏതൊരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ഇതൊക്കെ പ്രചരിപ്പിച്ച് നടക്കുന്നതായിട്ടുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ചെന്നുപെടുക. അങ്ങനെയാണ് ജസ്നയുടെ അജണ്ട അറിയാതെ കുറേ ഹിന്ദുക്കളും ഇവരുടെ കൂടെ ചെന്നുപെട്ടിട്ട് ചില ഹിന്ദുക്കളെയൊക്കെ കൂട്ടിയൊക്കെയാണ് അവർ ഈ റീൽസ് എടുക്കുക, അതിൽ നിന്ന് വരുമാനം പറ്റുക, ഗുരുവായൂരപ്പനെ കച്ചവടം ചെയ്യുക. ഇതാണ് ഇപ്പോൾ ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മതേതര കൂട്ടം, ഉസ്താദ് ഊതിയതൊക്കെ വേറെ ആളുകൾ തിന്നണം എന്നൊക്കെ അവർ പറയുന്നുണ്ടാവാം, തുപ്പിയതുമൊക്കെ. ഇതൊന്നും ഹിന്ദുമതത്തിന് ചേർന്ന പരിപാടികളല്ല. അത് ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് പരിപാടി, അത് അതിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഈ ശബരിമലയിലെ ഈ അജണ്ട പോലെ തന്നെ ഗുരുവായൂരിനെ സംബന്ധിച്ചിട്ട് ആർക്കോ എവിടെയോ ഒരു അജണ്ട ഉണ്ട് എന്നാണ് ഈ ജസ്നയുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സുരേഷ് ഗോപിക്കുള്ള അപേക്ഷകളൊന്നും എനിക്ക് തരരുതെന്നൊക്കെ ഇവർ പലരോടും പറഞ്ഞു. സുരേഷ് ഗോപി ചേട്ടനുള്ള അപേക്ഷ, സുരേഷ് ഗോപി ചേട്ടനുള്ള അപേക്ഷ ഇവരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത്? അത് അല്ലെങ്കിൽ തന്നെ അവരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത്? സുരേഷ് ഗോപി മറ്റേ ഗുരുവായൂർ അടങ്ങുന്ന തൃശ്ശൂരിലെ MP ആണ്. സത്യത്തിൽ കേരളത്തിലുണ്ടല്ലോ, പല ആളുകൾക്കും അറിയാത്തതാണ്, ഈ ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ട് ഈ കുറേ കാലമായിട്ട് കേരളത്തിലെ ഭരണകർത്താക്കൾ ഫോളോ ചെയ്തിരുന്ന ഒരു കീഴ്വഴക്കം, നിയമപരമായി ശരിയൊന്നും ആയിരിക്കില്ല, അപ്പോൾ കീഴ്വഴക്കം ഹിന്ദുവിനെ മാത്രമേ തൃശ്ശൂരിൽ കലക്ടറാക്കുള്ളൂ എന്നുള്ളതാണ്. ഒരു കീഴ്വഴക്കം പോലെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്ഷേത്രം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. അവിടെ കത്തിയ അനുഭവങ്ങളും വേറെ അനുഭവങ്ങളും ടിപ്പുവിൻ്റെ കാലത്ത് പിന്നെ കാശ് വേണം ഇല്ലെങ്കിൽ ക്ഷേത്രം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അത് രക്ഷിച്ചെടുക്കുന്നതും വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ മാവേലിക്കരയിലേക്ക് കൊണ്ടുപോകുന്നത്, പിന്നീട് ടിപ്പുവിൻ്റെയൊക്കെ കാലശേഷം തിരിച്ചു വരുന്നത്, ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ധാരാളം കഥകളുള്ളതാണ്. മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടതാണ് ഗുരുവായൂർ കേശവൻ്റെ കഥ. ആ കാലത്ത് നിലമ്പൂർ കോവിലകം നടക്കിരുത്തിയ എവറസ്റ്റ് എന്ന് പറഞ്ഞ ആനയാണ് പിന്നീട് പേര് മാറ്റി ഗുരുവായൂർ കേശവനൊക്കെ ആയത്. അപ്പോൾ പോരാട്ടങ്ങളുടെ ശരിക്കൊരു കർമ്മഭൂമിയാണ് ഗുരുവായൂർ. ഇപ്പോൾ P. കൃഷ്ണപിള്ള അവിടെ മണിയടിച്ചിട്ടുണ്ടല്ലോ, ആ മറ്റേ സഞ്ചാര സ്വാതന്ത്ര്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ സമരം നടന്നിട്ടുണ്ട്. കേളപ്പജി അവരുമൊക്കെ ആ സമരത്തിലൊക്കെ ഭാഗഭാക്കായിരുന്നവരാണ്. അതിൻ്റെയൊക്കെ ചിത്രം ഇപ്പോഴും ഉണ്ട്. AKG ഒക്കെ ഉണ്ടായിരുന്നതാണ്. കൃഷ്ണപിള്ള മണിയടിച്ചപ്പോൾ കൃഷ്ണപിള്ളക്കിട്ടും 4 എണ്ണം കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ, ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം പിൽക്കാലത്തും അവിടെ പലതരം സമരങ്ങളുമൊക്കെ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ജസ്നയുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ ശബരിമലയിൽ പരാജയപ്പെട്ട അജണ്ടയുണ്ടല്ലോ, അത് കൊണ്ടിറക്കാൻ പറ്റിയ സ്ഥലമായിട്ട് ഗുരുവായൂർ. കാരണം ഗുരുവായൂരിലേക്ക് നമ്മൾ അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചാവക്കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഗുരുവായൂർ. ഗുരുവായൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ മുസ്ലിം ലീഗൊക്കെ അല്ലേ മത്സരിക്കുന്നത്. അതെ അതെ അതെ. CPM എപ്പോഴും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കുമല്ലോ അവിടെ നിയമസഭയിൽ. എന്നോടൊരു മുസ്ലിം ലീഗ് നേതാവ് തന്നെ ചോദിച്ചു, ഗുരുവായൂരൊക്കെയുള്ള സ്ഥലമല്ലേ, ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഒരു അറിയപ്പെടുന്ന ഹിന്ദു സ്ത്രീയെ അന്തർജനത്തിനെയോ മറ്റോ നിർദ്ദേശിക്കാമോ എന്ന് എന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് നിൽക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വേറെ ആരുടെയൊക്കെ എന്താ പറയുക പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു പട്ടി ഷോ ആണ് ഈ ജസ്നയുടേത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
കാരണം അവർ ഈ വലിയ ചിത്രകാരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അല്ല, അവർ ചിത്രകാരിയൊന്നുമില്ല, അവർ ആരോ വരച്ച ഒരു ചിത്രത്തെ കോപ്പി അടിച്ച് അത് അങ്ങനെ പടർത്തുന്നതാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം മാത്രമല്ല ഇപ്പൊ അവർ പറയുന്ന ഒരു ചിത്രത്തിന് 20,000 രൂപയാണ്. 20,000 അങ്ങനെ 400 ചിത്രം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അപ്പൊ എത്ര വലിയ പൈസ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചത്. അതെ, അവർ ചിത്ര വിൽപ്പനയും ചെയ്യുന്നുണ്ട്, ഇപ്പൊ റീലുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പനേക്കാൾ വലിയ ഈ പുരയ്ക്കുമേൽ ചാഞ്ഞ മരം എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ. ഗുരുവായൂരപ്പനേക്കാൾ വലിയ ബാലാമണിയാണ് ജസ്ന എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസികൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി, ഇപ്പോൾ ടെലഗ്രാം എന്ന് പറഞ്ഞ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണല്ലോ കഴിഞ്ഞ ദിവസം. ഇന്ന് വാർത്തയുണ്ട് ടെലഗ്രാം ഇന്ത്യയിൽ നിരോധിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്ന്. ഇപ്പോഴല്ല, അത് നേരത്തെ തന്നെ ആലോചിക്കാമായിരുന്നു. ഇവിടെയും ഭീകരർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ജാഗ്രത പലപ്പോഴും കൈവിട്ടു പോകുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ഷേത്ര നഗരം, ഒരു ഗുരുവായൂർ ടൗൺഷിപ്പാണ് ഈ ക്ഷേത്രമൊക്കെയായി ബന്ധപ്പെട്ട്. ഒരു ക്ഷേത്ര നഗരം എന്നുള്ള നിലയ്ക്ക് അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ഈ ശബരിമലയിൽ പൊളിഞ്ഞുപോയ അജണ്ട കൊണ്ടുപോയി ഇതൊരു മതേതര നഗരമാക്കി ഉയർത്താൻ ചിലർ ശ്രമിക്കുമായിരിക്കും. അവിടുത്തെ ഭരണസമിതി അതിൻ്റെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷേ ഈ ചേന്നാസിനെ പോലുള്ള തന്ത്രിമാരൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വായിക്കുന്ന സ്ഥലത്ത് കണ്ടതാണ്, ഇവർക്ക് തന്ത്രിയുടെ വസതിയിലുമൊക്കെ. അല്ല, നമ്മൾ തന്നെ ഇപ്പോൾ അവിടെ ചെന്നാൽ അവിടുത്തെ ക്ഷേത്രം സെക്യൂരിറ്റിക്കാർ അല്ലെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരൊക്കെ നമ്മൾ അവിടെ ഒരു കേക്ക് മുറിക്കുമോ വേറെ എന്തെങ്കിലും ചെയ്ത് ഓടി വന്ന് നമ്മളെ ഇവരവിടെ എന്ത് ചെയ്താലും തടയുന്നില്ല സെക്യൂരിറ്റിക്കാർ. ഈ കേക്ക് മുറി തന്നെ തടഞ്ഞില്ല. പിന്നെ അവർക്ക് അവിടെ ഞാൻ ഗുരുവായൂർ പോകുമ്പോഴൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഏത് നേരത്താണ് അവിടെ വന്ന് നിൽക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഗുരുവായൂർ ഇത് ഒരു വ്യക്തിയുടെ കാര്യമായിട്ട് എടുക്കരുത്. ഈ വ്യക്തിക്ക് പിന്നിൽ പല ആളുകളും ഉണ്ട്. ഇതൊരു ഭീകരമായ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ ജാഗ്രതയോടുകൂടി അന്വേഷിക്കണം. ഹിന്ദുക്കളുടെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കണം. കാരണം ഇവരുടെ പശ്ചാത്തലം അത്ര ഗുണമുള്ളതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.